dear students, Super Kings Batchലെ Principles of Inheritance and Variation chapter നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? അവിടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, നീറ്റിന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പെഡിഗ്രി ചാർട്ട്. എന്നാൽ പലപ്പോഴും മക്കൾക്ക് പെഡിഗ്രി ചാർട്ടിനെ സോൾവ് ചെയ്യാൻ കുറച്ചധികം കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ പെഡിഗ്രി ചാർട്ടിനെ ഈസി ആയി സോൾവ് ചെയ്യാനുള്ള ഒരു ക്വിക്ക് ടിപ്പാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. സോ ലെറ്റ്സ് ഗോസ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റഡി ദ പെഡിഗ്രി ചാർട്ട് ഗിവൺ ബിലോ. വാട്ട് ഡസ് ഇറ്റ് ഷോ? ഒരു ചാർട്ട് തന്ന് അത് ഏത് രോഗമാണെന്ന് ചോദിക്കുമ്പോൾ വി നോ ദാറ്റ് വി ക്യാൻ ക്ലാസിഫൈ ദ ചാർട്ട് ഇൻ ടു ടു ടൈപ്പ്. നമുക്ക് റിസസീവ് ആവാം ഈ ചാർട്ട്, അല്ലെങ്കിൽ ഒരു ഡോമിനന്റ് ഡിസോർഡറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാവാം. അപ്പോൾ റിസസീവ് ആണോ ഡോമിനന്റ് ആണോ എന്ന് എങ്ങനെ അറിയും? നമ്മൾ ഓരോ ജനറേഷൻ ചെക്ക് ചെയ്യണം. സോ ദിസ് ഇസ് ഫസ്റ്റ് ജനറേഷൻ, ഇവരുടെ കുട്ടികളാണ് സെക്കൻഡ് ജനറേഷൻ, ഈ സെക്കൻഡ് ജനറേഷന്റെ കുട്ടികളാണ് തേർഡ് ജനറേഷൻ, സോ ഇവരുടെ കുട്ടികളാണ് തേർഡ് ജനറേഷൻ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ഉണ്ട് എങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ജനറേഷനിൽ അസുഖമൊന്നും കാണിക്കുന്നില്ല, എന്നാൽ സെക്കൻഡ് ജനറേഷനിൽ ഒരു മെയിലും ഫീമെയിലും എഫക്റ്റഡ് ആണ്, ദാറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദിസ് ഇസ് എ റിസസീവ് ഡിസീസ്. കാരണം റിസസീവ് ഡിസീസസിൽ മാത്രമാണ് നമുക്ക് കാരിയർ സ്റ്റേറ്റ് ഉള്ളത്. സോ ദ ഫസ്റ്റ് ഇൻഡിക്കേഷൻ ഈസ് സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ. അപ്പോൾ നമുക്ക് മനസ്സിലായി, ബൈ സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ദിസ് ഈസ് എ റിസസീവ് ഡിസീസ്. ഇനി അടുത്ത ടാസ്ക്, ഇത് സെക്സ് ലിങ്ക്ഡ് ആണോ അതോ ഓട്ടോസോമൽ ആണോ എന്നറിയണം. സോ ഇഫ് ഇറ്റ് ഇസ് ഓട്ടോസോമൽ ഓർ സെക്സ് ലിങ്ക്ഡ്. നമ്മളെപ്പോഴും ഏറ്റവും ഈസിയർ പാത്വേ എന്ന് പറയുന്നത് സെക്സ് ലിങ്ക്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ഡിസീസ് മെയിലും ഫീമെയിലും ഈക്വലി എഫക്റ്റഡ് ആവുകയാണ്. നമുക്കറിയാം ഫീമെയിൽ അഫക്റ്റഡ് ആവണമെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് സെക്സ് ലിങ്ക്ഡ് മെയിൽ അഫക്റ്റഡ് ആയിരിക്കണം, ഫീമെയിൽ കാരിയർ ആയിരിക്കണം. ഇവിടെ മെയിൽ അഫക്റ്റഡ് ആണോ? അല്ല, പാരൻസിൽ മെയിൽ അഫക്റ്റഡ് അല്ല. സോ സിംപ്ലി ദിസ് ഇസ് നോട്ട് സെക്സ് ലിങ്ക്ഡ്, ദിസ് ഇസ് ഓട്ടോസോമൽ. ഇതിലും എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു ജനറേഷനിൽ ഈക്വലി മെയിൽ ആൻഡ് ഫീമെയിൽ അഫക്റ്റഡ് ആണെങ്കിൽ ദാറ്റ് മോസ്റ്റ്ലി ഗോസ് ടു ഓട്ടോസോമൽ ഡിസോർഡർ. സോ വി ക്യാൻ സിംപ്ലി സേ ദാറ്റ് ദിസ് ഈസ് എ inheritance of a condition like phenylketonuria which is an autosomal recessive disease. ഇനി ഇതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്താ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇൻ ദ ഫോളോയിങ് പെഡിഗ്രി ചാർട്ട് ദ മ്യൂട്ടന്റ് ട്രയഡ് ഈസ് ഷെയ്ഡഡ് ഇൻ ബ്ലാക്ക്. ദ ജീൻ റെസ്പോൺസിബിൾ ഫോർ ദ ട്രയഡ് ഈസ്. അപ്പോൾ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ ആ ഒരു മെത്തേഡ് അനുസരിച്ച് ജനറേഷൻ സ്കിപ്പിംഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ദ ഫസ്റ്റ് ജനറേഷനിൽ അസുഖമുണ്ട്, സെക്കൻഡ് ജനറേഷനിലും അസുഖമുണ്ട്. ഓക്കെ. ഇനി നോക്കിയേ, തേർഡ് ജനറേഷനിലും അസുഖമുണ്ട്. സ്കിപ്പിംഗ് ഉണ്ടോ? ശരിക്കും സ്കിപ്പിംഗ് ഉണ്ട്. നമ്മൾ നോക്കുന്നതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇവിടെ സെക്കൻഡ് ജനറേഷനിൽ അച്ഛനും അമ്മയ്ക്കും അസുഖമില്ല, കുട്ടിക്ക് അസുഖം ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. സോ ബേസിക്കലി ദർ ഇസ് സ്കിപ്പിംഗ് ഇൻ ദിസ് ജനറേഷൻ. സോ വി ക്യാൻ സേ ദിസ് ഇസ് യെസ് റിസസീവ് ഡിസീസ്. ഇനി ഓട്ടോസോമൽ ആണോ സെക്സ് ലിങ്ക്ഡ് ആണോ എന്നാണ് നമുക്ക് അറിയാനുള്ളത്. ഇവിടെ ഫീമെയിൽ എഫക്റ്റഡ് ആണ്. നമ്മൾ ആദ്യം സെക്സ് ലിങ്ക്ഡ് ആണോ എന്നാണല്ലേ നോക്കാം. ഫീമെയിൽ എഫക്റ്റഡ് ആണ് എങ്കിൽ സെക്സ് ലിങ്ക്ഡിൽ ഓൾ മെയിൽ വിൽ ബി എഫക്റ്റഡ്. ഉറപ്പല്ലേ? എല്ലാ മെയിൽസും എഫക്റ്റഡ് ആവും. ഇവിടെ എല്ലാ മെയിലും എഫക്റ്റഡ് ആണോ? അല്ലാതെ ഒരു കുട്ടി എഫക്റ്റഡ് ആണ്, ബാക്കി രണ്ടുപേരും എഫക്റ്റഡ് അല്ല. സോ സിംപ്ലി ദാറ്റ് മീൻസ് ദിസ് ഇസ് നോട്ട് സെക്സ് ലിങ്ക്ഡ്. അഗെയിൻ ഇറ്റ് ഈസ് ഓട്ടോസോമൽ ആൻഡ് ഇറ്റ് ഈസ് എ റിസസീവ് ഡിസീസ്. ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ നമ്മുടെ നീറ്റ് 2025 വന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഇടുകയാണ്. സോ കമന്റ് യുവർ ആൻസേഴ്സ് ഇൻ ദ കമന്റ് ബോക്സ്. സീ യു വിത്ത് സച്ച് വീഡിയോസ്. ബൈ.